ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഈവനിങ് സ്നാക്സായിട്ടും ബ്രേക്ക്ഫാസ്റ്റിനും എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് ചോറും 1/4 കപ്പ് വെള്ളവും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂന്നും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം പച്ചരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റൈസ് എടുത്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സെയിം കപ്പിൽ തന്നെയാണ് എല്ലാം എടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇത് ഓവറായിട്ട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ചെറിയ തരികളുണ്ടെങ്കിലും അത് കുഴപ്പമില്ല. ഇപ്പം നമ്മുടെ ബാറ്റർ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ ബാറ്റർ കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. കൂടുതൽ ലൂസായാലും നമുക്കത് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുക്കേണ്ടത്. ഇപ്പം ഞാനൊരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഇതുപോലെ ഓരോ സ്പൂൺ ഓയിൽ എടുത്തിട്ട് നമുക്ക് എണ്ണയിൽ കോരി ഒഴിച്ച് കൊടുക്കണം. ഇനി ഇതൊന്നും മുരിഞ്ഞ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നന്നായി പൊള്ളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം കൂടെ ഒന്ന് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. പൂരി പോലെ പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുത്താൽ ഉള്ളിലൊന്നും വെന്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഒരു സ്വല്പം നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ സൈഡും കൂടെ വെന്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ബാറ്റർ നമ്മൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓയിലൊന്നും കുടിക്കാതെ കറക്റ്റായി കിട്ടും. ഇനി നമുക്കിത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലെ എന്നിട്ട് ഓരോന്നും നമുക്ക് ചുട്ടെടുക്കണം. ഇപ്പം ഞാനെല്ലാം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കെല്ലാം ഈവനിങ് സ്നാക്സിനെല്ലാം ചെയ്ത് കൊടുക്കാൻ നല്ല ഈസി ആയിട്ട് നമുക്ക് പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്